വെറുതെ പറഞ്ഞാൽ പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് സുരേഷ് ഗോപിയോട് മണലൂർ മണ്ഡല നിവാസി. ജയിപ്പിച്ചാൽ പ്രവർത്തിക്കുമെന്നും സഹായമല്ല, ഒരു MP ചെയ്യേണ്ട കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുമെന്നും സുരേഷ് ഗോപി മറുപടി കൊടുത്തു. മണലൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ പര്യടനത്തിൽ ആയിരങ്ങളാണ് അണിചേർന്നത്. പ്രവർത്തിക്കണം. അതെ, അത് ഏൽപ്പിച്ചാ പ്രവർത്തിക്കും. ഏൽപ്പിക്കണം, അപ്പൊ പ്രവർത്തിക്കും. നമ്മൾ പറഞ്ഞു പോയതുപോലെ സഹായങ്ങൾ ചെയ്തു. സഹായമല്ല, പ്രവർത്തനങ്ങൾ ചെയ്യും. ഒരു MP എന്ത് പ്രവർത്തിക്കണോ അത് ചെയ്യും, MP ആക്കിയാൽ. കേട്ടോ? ഓക്കെ. നേതാവല്ല, നിങ്ങളുടെ MP ആവണം. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർമ്മനിരതനായ ഒരു MP ആവണം. അത് കഴിഞ്ഞ കാലങ്ങളിൽ ആരെങ്കിലും ആയിരുന്നു. പുതിയൊരു അനുഭവം വേണം. ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? തിരഞ്ഞെടുപ്പ് ഇതിൽ ഉറപ്പായും അത് സാധിക്കും. അത് ബാധ്യതയില്ല. എന്നെ കൊണ്ടാവുന്നതേ ഞാൻ പറയും, ഇല്ലാത്തത് ഞാൻ അപ്പോൾ തന്നെ പറയും. അത് നിങ്ങൾ പല വീഡിയോയിലും കാണുന്നില്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഇത് ഇനി മുമ്പോട്ട് ഈ പ്രവർത്തനവുമായിട്ട് പോകണമെങ്കിൽ ജയിച്ച് പാർലമെൻറ്റിൽ പോയേ മതി. പറയാൻ മനസ്സിലായി? അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. വക്രങ്ങൾ ഒരുപാടും ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ കറങ്ങാൻ പറ്റും. എല്ലാം വക്രീകരണ വിദഗ്ധന്മാരാണ്. കരുവന്നൂർ കള്ളന്മാർ അല്ലേ? ഒരു കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കാൻ പോകുന്നങ്ങളെയൊക്കെ കഞ്ചാവ് കൊടുത്തു അവരുടെ യുവജനോത്സവം വരെ മുടക്കുന്ന ചില കൃമികീടങ്ങളുടെ രാജ്യമായി ഇനി നമുക്ക് കേരളം അവശേഷിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതിനുള്ള മാറ്റം നിങ്ങൾ 26-ലോ അതിന് മുമ്പോ ഉണ്ടാവുകയാണെങ്കിൽ അത് കുറിക്കേണ്ടി വരും. അതില്ലാതെ നമുക്ക് അങ്ങനെ ഒരു ശുദ്ധീകരണം നടപ്പിലാവില്ല. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സന്തോഷവും ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാത്ത തരത്തിൽ ചുറ്റുവട്ടത്തുള്ള ചെറുപ്പക്കാർക്കായാലും അങ്ങനെ ഓരോ വീട്ടിലെയും ചെറുപ്പക്കാർക്ക് സന്തോഷം ഓരോ വീട്ടിലേക്കും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റുമുണ്ടാകും. അതിന് വേണ്ടുന്ന ഒരു വികസന പദ്ധതി എന്തായാലും രൂപീകൃതമാവും. കേന്ദ്ര സർക്കാർ ശ്രീ മോദിയുടെ നേതൃത്വത്തിൽ കേരളത്തിലും അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുന്ന് തെരഞ്ഞെടുത്ത് തന്നെ വിട്ടാൽ ഞാൻ തൃശ്ശൂരിൽ ഒതുങ്ങില്ല. കേരളം മുഴുവൻ ഗവനിക്കുന്ന, കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു MP ആയിരിക്കുമെന്ന് ഉറപ്പായ വാക്കുകൾ. ഓക്കെ അല്ലേ? ഓക്കെ പറ, ഒരു ബലം. താങ്ക് യു.